വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൂടാത്ത സേവനത്തിൻ്റെ മാധുര്യമാണ് ഓരോ വൈദ്യനും നെഞ്ചേറ്റേണ്ടത്. ജീവദായകമായ ഓരോ ഔഷധക്കൂട്ടും ധർമ്മത്തിൻ്റെ മണ്ണിലെ വളക്കൂറാണെന്ന ഉത്തമ ബോധ്യമാണ് അവരുടെ മനസ്സിലുണ്ടാകേണ്ടത്. നിലനിൽക്കുന്നതെല്ലാം മോശമാണെന്ന വൈദേശിക കടന്നുകയറ്റത്തിൻ്റെ കളകൾ പറിച്ചെറിയാൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്നാലും ഏതൊരു വൈദ്യനും സർവശാസ്ത്ര സമ്മതനായിരിക്കണം. ഓരോ ശാസ്ത്രത്തിൻ്റെ അതിൻ്റെതായ നന്മകളും തിന്മകളുമുണ്ട്. അത് മനസ്സിലാക്കി അത് ചികിത്സയിലും മറ്റുള്ള രോഗികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലും അതിന് നല്ലതും ചീത്തയും പറഞ്ഞ് അതിന് തക്കതായ ചികിത്സ നൽകാൻ നമ്മൾ സഹായിക്കുകയും വേണം. ആയുർവേദം ചികിത്സാ കേന്ദ്രീകൃതം മാത്രമല്ല, ഒരു വ്യക്തി നിലനിൽക്കുന്ന ദേശവും കാലവും കണക്കാക്കി ഒട്ടനേകം ചര്യകളിലൂടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന നന്മയും കൂടിയാണ്. ആധുനീകരണ കാലഘട്ടത്തിൽ ഓരോ നിമിഷത്തിനും വില നിശ്ചയിക്കുമ്പോൾ ആരോഗ്യം അപ്രസക്തമാവുകയും അവിടെ ചുവരില്ലാത്ത ചിത്രം വരയ്ക്കാൻ തുനിയുന്ന വിഡ്ഢികളായ നാം ലോകം മുഴുവൻ ഒരു ഗ്രാമമാവുന്ന ആഗോളീകരണത്തിന്റെ വിപണിയിലെ വെറും ഒരു ഉൽപ്പന്നമായി ആയുർവേദത്തെ കണക്കാക്കരുത്. മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്.